കേരളത്തിലെ 5 CPM നേതാക്കന്മാരുടെ പേര് ചോദിച്ചാൽ മൂന്നാമതോ രണ്ടാമതോ മൂന്നാമതോ നാലാമതോയി പറയുക AK ബാലൻ എന്നാണ്. ഏതെങ്കിലും സഖാവ്, ഉളുപ്പ് ബാക്കിയുള്ള ഏതെങ്കിലും സഖാവ് എന്റെ ശബ്ദം ശ്രമിക്കുന്നെങ്കിൽ ചോദിക്കണം, AK ബാലൻ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യം എന്താണ്? UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നാണ്. മൂന്നൂർ പഞ്ചായത്തിൽ ആഭ്യന്തര വകുപ്പുണ്ടോ? ജില്ലാ പഞ്ചായത്താണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുന്നത്. നിയമസഭയിലേക്കല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്, പഞ്ചായത്തിലേക്കാൾ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ സമയത്ത് ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും എന്ന് AK ബാലൻ പറയാനുള്ള കാരണം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മതത്തെ നിങ്ങൾക്ക് പ്രതിനിധീകരിക്കാം എന്ന ആഗ്രഹം അവർക്കുണ്ടായി. സഖാബെ, നീ ചോദിക്കണം, എന്തിനാണ് ഈ പ്രയോഗം നടത്തിയത്? ആ പ്രയോഗം എന്തിന്റെ പേരിൽ നടത്തിയതാണ്? ഇത് ആദ്യമായി നടക്കുന്നതല്ല. ഇന്ത്യൻ ജനതയ്ക്ക് ഈ രാഷ്ട്രീയമായ പ്രയോഗത്തെ പരിചയമുണ്ട്. നിങ്ങൾക്കറിയാലോ, ഗുജറാത്തിന്റെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗുജറാത്ത് പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ട്രെൻഡ് വന്നപ്പോ ഇന്ത്യ മുഴുവൻ ഗുജറാത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ പരീക്ഷണശാലയായ ഗുജറാത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിക്കാൻ പോകുന്നു എന്ന ഘട്ടം വരുമ്പോ ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്ന്, ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി അമിത്ഷായും നരേന്ദ്രമോദിയും ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ഗുജറാത്ത് വന്നിട്ട് റാലി നടത്തി. ആ റാലിയിൽ അമിത്ഷാ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. എന്താ അമിത്ഷാ പറഞ്ഞത്? നിങ്ങൾക്ക് അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകണോ, നിങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് കൊള്ളുക. അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാവാതിരിക്കണോ, നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുക. എന്താണ് അഹമ്മദ് പട്ടേലിന്റെ പ്രത്യേകത? അഹമ്മദ് പട്ടേൽ എന്നത് ഒരു മുസ്ലിം പേരാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് AK ബാലൻ പറയുമ്പോ, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പിണറായി വിജയൻ പറയുമ്പോ എന്താണ് ആ പേരിന്റെ പ്രത്യേകത? അതൊരു മുസ്ലിം പേരാണ്. CPM RSS തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് പറയുന്നത്, ഗുജറാത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നിന്ന് രാഷ്ട്രീയമായ ഈ BJPയുടെ ആയുധത്തെ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പിലേക്ക് കടമെടുത്തു കൊണ്ടുവന്ന് അത്തരത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കി ജയിക്കാമെന്ന് കരുതിയിട്ടുള്ള പിണറായി വിജയനും സംഘത്തിനും മലയാളി ഓർമ്മപ്പെടുത്തിയതാണ് ഗുജറാത്ത് അല്ല കേരളം എന്നവരെ ബോധ്യപ്പെടുത്തിയ തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞു വെക്കാൻ. ഗുജറാത്ത് അല്ല കേരളം, മലയാളി പ്രബുദ്ധരാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്.